ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതുകൊണ്ട് ഡ്രാഗൺ പറഞ്ഞത് പഴുത്തുണ്ട്. നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്ട, നല്ല വലിപ്പമുള്ളൊരു ഫ്രൂട്ട് പഴുത്തുണ്ട്. ഇത് അപൂർവമായി കിട്ടിയാണ്, ഈ വർഷത്തെ ഫസ്റ്റ് ഫ്രൂട്ടാണ്. പിന്നെ കുറേ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ പച്ചയായിട്ട് നിൽക്കുക കണ്ട. കുറേ ഒരു 10-15 അത്യാവശ്യം നമുക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. നല്ല മഴ കാരണേ ഫ്ലവറൊന്നും പോളിനേഷൻ നടന്നില്ല, എന്നാലും അത്യാവശ്യത്തിനുള്ള ഉണ്ട്. ഈ ഫ്രൂട്ട് നമുക്ക് എന്തായാലും പൊട്ടിക്കാം ഇന്ന്. അത്യാവശ്യം ഒരു കേട് വന്ന മാതിരി ഉണ്ട്, മഴയല്ലേ, നല്ല മഴയുണ്ട്. പക്ഷെ ആ പഴുപ്പതിൻ്റെ നന്നായിട്ട് പൊട്ടിക്കാം നമുക്ക് എന്തായാലും ഇത്. പിന്നെ അതിൻ്റെ അടിയിലൊക്കെ നിൽക്കുന്നുണ്ട് കണ്ട, ഇടയിലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട്, പിന്നെ അത് അവിടെ ഒരെണ്ണമുണ്ട്. എന്നിട്ട് ഈ ഫ്രൂട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതും കട്ട് ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ്. ഇത് മലേഷ്യൻ റെഡ് എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ്, മലേഷ്യൻ റെഡ്. പിന്നെ ഇതിൻ്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ഈ നിൽക്കുന്നത്. അപ്പോൾ അതുമ്മലൊരു കായ പിടിച്ചിട്ടുണ്ട് ഈ വർഷം. ഇത് കണ്ട ഒരു ഹൈബ്രിഡ് വെറൈറ്റി, എന്താ മലേഷ്യൻ മലേഷ്യൻ റെഡ് കിങ് എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി കേട്ടോ. അപ്പോൾ അതുമ്മലൊരു കായ പിടിച്ചിട്ടുണ്ട്, പക്ഷെ പഴുത്തിട്ടില്ല. അത് അപ്പുറത്തായിട്ട് നിൽക്കണം, നമുക്ക് കാണാനായിട്ട് പറ്റില്ല. പഴുക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇത് നല്ലൊരു വെറൈറ്റിയാണ്. ഈ രണ്ടും മലേഷ്യൻ റെഡിൻ്റെ ഒരു വെറൈറ്റിയാണ്, കിങ്ങിൻ്റെ വെറൈറ്റിയാണ്. ഇത് നമ്മുടെ സാധാരണ മലേഷ്യൻ റെഡ്. അത്യാവശ്യം നോക്കിയാൽ ഒരു കയ്യിലേക്കുള്ളതുണ്ട്, നല്ല ഫ്രൂട്ട്. ഇതൊക്കെ ഇത് കായ പിടിച്ച് വരുന്നുള്ളൂ. പിന്നെ ഇത് ഇവിടെ ഒരെണ്ണം നിൽക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 വർഷമായിട്ടുള്ള പ്ലാന്റ് കേട്ടോ. 2 വർഷം ആവണുള്ളൂ, 2 വർഷം ആയിട്ടില്ല, ഒരു 1.5 വർഷമൊക്കെ ആയിട്ടുള്ളൂ. ഇങ്ങനൊരു ബക്കറ്റിലായിട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ പൈപ്പിൻ്റെ ഒരു ഫ്രെയിമൊക്കെ ഉണ്ടാക്കി 2 വർഷമായിട്ട് 1.5 വർഷമായിട്ട് ഇപ്പോൾ കായ്ക്കുന്നുണ്ട്. വാങ്ങിച്ചൊരു 6 മാസം കഴിഞ്ഞപ്പോൾ കായ്ച്ചു തുടങ്ങി. അപ്പോൾ അതേ കണ്ട, ഇതുമ്മളൊക്കെ ഇഷ്ടംപോലെ കായ്. ഈ ഒരൊറ്റ ബക്കറ്റിൽ തന്നെ എത്ര കായുണ്ട് നോക്കിയാൽ, 1 2 3 4 5. ഇതിപ്പോൾ ഒരു കായ നാൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, അത് ചെറിയൊരു കായായിരുന്നു. പിന്നെ ആ വീഡിയോ ഒന്നും എടുത്തില്ല കാരണം. പിന്നെ ഇപ്പോൾ കിട്ടിയതാണ് ഇപ്പോൾ ഇത്തിരി വലുത്. മഴ കാരണമാണ്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് നോക്കിയാൽ. ഇപ്പോൾ ഇവിടെ തന്നെ കാണുമ്പോൾ നല്ല സൈസ് ഉണ്ട്. അത്യാവശ്യം ഒരു എനിക്ക് തോന്നുന്നു ഒരു 600 ഗ്രാമൊക്കെ ഉണ്ടാവും. ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കില്ലേ അതേ സൈസ്. നല്ല മധുരം കേട്ടോ, ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന മാതിരിയല്ല, നല്ല മധുരമുള്ള ഒരു വെറൈറ്റിയാണ്. പിന്നെ അത് മഴക്കാലത്ത് കുറച്ച് കേട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെന്തെങ്കിലും മരുന്ന് ചെയ്യണം. പിന്നെ ഞാനിപ്പോൾ എന്തായാലും ഇവിടെ കയറി സ്ഥിതിക്ക് കുറച്ച് വളമിട്ട് കൊടുക്കാൻ വേണ്ടി കയറിയതാണ്. ഇതിൽ ഞാൻ കടലപ്പിണ്ണാക്കുണ്ട്. കടലപ്പിണ്ണാക്ക് ഇതൊരു കുറച്ച്, അത്ര അധികം വേണ്ട, കുറേശ്ശെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലേ എന്തായാലും സെപ്റ്റംബർ വരെ ഇങ്ങനെ കായ്ച്ചു കൊണ്ട് പോകും. അപ്പോൾ ആ ഒരു ചെറിയൊരു വീഡിയോ. ഇത് പൊട്ടിച്ചിട്ട് ഞാൻ കുട്ടൂസിനെ അറിഞ്ഞിട്ടില്ല സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ മഴ പെയ്ത കാരണം കണ്ട ഉള്ളിലൊക്കെ ഒരു ഇത്. പിന്നെ അത്യാവശ്യം ഇത് നല്ല മൂപ്പായിട്ടുണ്ട്. ഇത് ഇന്നലെയോ മിഞ്ഞാന്നൊക്കെ ആയിട്ട് പൊട്ടിക്കേണ്ടതായിരുന്നു, പക്ഷെ നമുക്ക് കണ്ടില്ല. ഇപ്പോൾ താഴത്ത് പറമ്പിൽ പോയപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം കണ്ടത്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് നോക്കിയേ. ഇത്ര സൈസിൽ ഇവിടെ ഇങ്ങനെ കിട്ടിയിട്ടില്ല എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ വർഷമാണ് കിട്ടിയിട്ട് ഉള്ളത്, ഈ വർഷം ഇത് ആദ്യമായിട്ടാണ് ഇത്രയും വലിപ്പമുള്ളത് കിട്ടുന്നത്. പിന്നെ ഇതിന് മുന്നേ കിട്ടിയൊരു ചെറിയൊരു കായായിരുന്നു കണ്ട. ഈ മഴ കാരണേ ഇതിൻ്റെ പൂ കണ്ടില്ലേ, പൂവൊക്കെ ഇതുമ്പോൾ തന്നെ പിടിച്ച് കിടന്നിട്ടേ ഉണ്ടായത് പൂവണത്. അത് പൊട്ടിച്ച് കളയാം നമുക്ക്. പിന്നെ അത്യാവശ്യം പുല്ല് നിറഞ്ഞിട്ടുണ്ട്, അത് പുല്ലൊക്കെ വലിച്ച് പൊടിച്ച് കളയാം. എന്തായാലും ഞാനിത് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ ഇടാം. ഓക്കെ. ഇത് പിന്നെ നമ്മൾ കണ്ടോ വെച്ചിരിക്കും നമ്മളെ 2nd ഫ്ലോറിൻ്റെ മേലിന് ഏകദേശം നല്ല സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വേണം ഇത് വെക്കാനായിട്ട്. സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് എവിടെയാണെങ്കിലും ഇത് അടിപൊളിയായിട്ട് കായ്ക്കും. അധികം വെള്ളമൊന്നും വേണ്ടല്ലോ. പിന്നെ നമ്മളിത് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം നനയ്ക്കാറുള്ളൂ, വേറെ അങ്ങനെ നനയ്ക്കൊന്നും വേണ്ട. ഒരു വേനൽക്കാലമായി കഴിഞ്ഞാൽ മാസത്തിൽ ഒരു വട്ടം നനച്ചാൽ മതി. മഴക്കാലമായി കഴിഞ്ഞാൽ പറയണ്ട. വേറെ മഴക്കാലത്ത് അങ്ങനെ കേടുകളൊന്നും വരില്ല. ഞാൻ പറഞ്ഞില്ല, ആ ഒരു പൂപ്പായ കണ്ട ഇതിൻ്റെ, അത് ഈ ഫ്ലവർ വന്നിട്ട് ഇവിടെ ചീഞ്ഞ് കിടന്നിട്ടേ അങ്ങനെ വരുന്ന ഒരു കംപ്ലയിൻറ്റ് മാത്രമേ ഉള്ളൂ. വേറെ കംപ്ലയിൻ്റ് ഒന്നും അങ്ങനെ വരാറൊന്നുമില്ല. നമ്മൾ വലിയ ട്രീറ്റ്മെൻറ്റ് ഒന്നും കൊടുക്കാറുന്നില്ല. പിന്നെ ഇവിടെ നിന്ന് നമ്മളൊരു VNR പേര വെച്ചിട്ടുണ്ട് കണ്ട, അത് കായ്ച്ചിട്ടില്ല ഇതുവരെ. പിന്നെ ഇപ്പോൾ സ്വീറ്റ് ലൂബി നന്നായി കായ്ച്ചിട്ട് നമ്മൾ ചാനലിലിട്ടുണ്ട് വീഡിയോ. സ്വീറ്റ് ലൂബി നന്നായിട്ട് കായ്ക്കുന്ന ഒരു വെറൈറ്റി അത്. പിന്നെ ഇവിടെ ഒരു മുസമ്പി, ചൈനീസ് മുസമ്പിനിത്, ഇതും നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. പിന്നെ അത് കണ്ടില്ലേ, അതൊരു തരം ഓറഞ്ചാണ്, അതിൻ്റെ പേരറിയില്ല, ഓറഞ്ചാണ് അത്. നല്ല പുളിനത്, എന്നാലും കുഴപ്പമില്ല. ജ്യൂസൊക്കെ അടിക്കാൻ നമുക്ക് നല്ലൊരു ടേസ്റ്റുള്ളൊരു ഫ്രൂട്ട് തന്നെയുണ്ട്. പിന്നെ അവിടെ കണ്ടില്ല കടച്ചാക്കൊക്കെ നിൽക്കുന്നുണ്ട്, അത്യാവശ്യം നല്ല വലിയ കടച്ചാക്കിനത്. അങ്ങനെ എന്തായാലും എനിക്കിത് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാനിത് കണ്ടില്ല, ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല. കാരണം ഇതിങ്ങനെ താഴ്ത്തായിട്ട് നിൽക്കുന്നത്. അപ്പോൾ താഴ്ത്ത് നോക്കി കഴിഞ്ഞാൽ എന്നെ കാണില്ല. ഈ മേലെ നിൽക്കണ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ മേലെ നിൽക്കണ ഒന്നും തന്നെ പഴുത്തിട്ടില്ല. അത് കണ്ടില്ല, ഇവിടെയൊക്കെ ഇങ്ങനെ ആയി വരുന്നുണ്ട്. പിന്നെ ഇത് അവിടെ കണ്ട, അവിടെ ആയിട്ടുണ്ട്. പിന്നെ താഴത്ത് ഒരെണ്ണമായി നിൽക്കുന്നുണ്ട്. പിന്നെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കുറേ.
ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഒരു പൈപ്പിൻ്റെ ഒരു ഫ്രെയിം, ഒരു പൈപ്പിൻ്റെ ഒരു കാല് മാതിരി വെച്ച് കൊടുത്തിട്ട്, പൈപ്പിൻ്റെ ഉള്ളൊന്നുമില്ല ഇപ്പോൾ ഉള്ളതിന്, സാധാരണ PVC പൈപ്പ്, പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ഇരുമ്പിൻ്റെ കമ്പിച്ച് അത്യാവശ്യം സ്ട്രോങ്ങിലാണ് നിൽക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറ്റങ്ങൾ ഇങ്ങനെ പിടിച്ച് കയറിക്കൊടും. അപ്പോൾ നമുക്കൊരു വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതിൻ്റെ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കമ്പൊക്കെ ഉണ്ടല്ലോ, ഈ കമ്പ്, ആ വലിയ കമ്പൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് വേറൊരു പ്ലാന്റ് ആക്കി എടുക്കാൻ പറ്റും. ഇതാണ്ട് ഈ ഒരു കമ്പ്, ഇതൊക്കെ നല്ല മൂപ്പുള്ള കമ്പ്. പിന്നെ ഇത് ആ ഒരു പോയിരിക്കുന്ന കമ്പ് ഉണ്ടോ, ഈ ഒരു കമ്പ്, ഇതുമെന്നൊക്കെ നമുക്ക് ഇഷ്ടംപോലെ തൈ ഉണ്ടാക്കാൻ പറ്റും. തൈ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഞാനിവിടെ ഇതുവരെ സെയിൽ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ നമുക്കിത് എല്ലാം കൂടി ഒരുമിച്ച് പഴുക്കും, എല്ലാം കൂടി ഒരുമിച്ച് പഴുത്ത് കിട്ടണമെന്നില്ല, കാരണം പലതും പല സൈസായിട്ടാണ്. ഇനി ഈ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ ഞാൻ അടുത്ത പൂവിടുള്ളൂ. ഇപ്പോൾ എല്ലാ പ്ലാന്റും മേലും ഏകദേശം ഒരു കായെങ്കിലും ഉണ്ട്, ഒരു ബക്കറ്റിൽ 1-2 കായ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എനിക്ക് തോന്നുന്നത് ഇനി അടുത്ത പൂക്കളിടുള്ളൂ. ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ പൂക്കളുണ്ടായിരുന്നു, കൊഴിഞ്ഞു പോയി അതൊക്കെ. അപ്പോൾ ഇതെന്തായാലും ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് തന്നെ വരുന്നത് വിചാരിക്കാം. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കായകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നല്ല മൂപ്പത്തി നല്ല പ്ലാന്റുകളാണ്. അപ്പോൾ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഒരു കമ്പ് കട്ട് ചെയ്ത് കളഞ്ഞു, അതിങ്ങനെ താഴ്ത്തിക്ക് നിന്നിട്ടേ അങ്ങനെയൊക്കെ. അപ്പോൾ നല്ലൊരു ഫ്രൂട്ട് തന്നെ ഉണ്ടോ, നല്ല മധുരമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്കെന്തായാലും ഇത് കുട്ടൂസിനൊന്നൊരു സർപ്രൈസ് മാതിരി കൊടുത്തു. കുട്ടൂസിൻ്റെ അത് ഞാൻ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായി നിൽക്കുന്നത്. അപ്പോൾ ഈ വർഷം നമ്മളിത് കൊടുത്തിട്ടില്ലല്ലോ. കഴിഞ്ഞ വർഷം ഞങ്ങൾ കൊടുത്തിരുന്നു, ഒരു 5 കായ കൊടുത്തിട്ടുണ്ടായിരുന്നു കുട്ടൂസിന്. അപ്പോൾ ഈ വർഷം കൊടുത്തിട്ടില്ല. അപ്പോൾ മൂപ്പരാൾ കുറേ നാളെ ചോദിക്കുന്നു ഡ്രാഗൺ പഴുത്തില്ല എന്ന്. ഏകദേശം പഴുക്കാനൊരു 30 ദിവസം മതി, ഒരു മാസം കൊണ്ട് ഇതിൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആവും. അതായത് പൂ മുതൽ കായ വരെ എടുക്കാൻ ഒരൊറ്റ മാസം മതി. ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും പോകുന്ന കായ കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും കട്ട് ചെയ്ത് നോക്കാം. ഗൈസ്, നമ്മൾ ഫ്രൂട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടില്ലേ, അതിൻ്റെ വലുപ്പം കണ്ടില്ലേ നിങ്ങൾ? ഏകദേശം ഒരു പ്രൂണറിൻ്റെ അടുത്തിരിക്കുമ്പോഴാണ് അതിൻ്റെ വലുപ്പം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഒരു 2 ആൾക്ക് നല്ല രീതിയിൽ കഴിക്കാം. എന്താ രസം ഇരിക്കണാകുമ്പോൾ തന്നെ കണ്ടില്ലേ, നല്ല വലിപ്പവും നല്ല റെഡ്. ഇതിൻ്റെ ഉള്ളിൽ റെഡ് തന്നെ ഉണ്ടോ, ഇതിൻ്റെ 2-3 വെറൈറ്റി വരും. ഉള്ളിൽ പിങ്ക് വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്, യെല്ലോ വരുന്നുണ്ട്, അത് കുറച്ച് വെറൈറ്റി ഫ്രൂട്ടുകളുണ്ട്. ഇത് വരുന്നത് ഉള്ളിൽ പിങ്ക് തന്നെയാണ്, മലേഷ്യൻ റെഡ്. ഇത് കിങ് ഒന്നുമല്ല, ഇത് സാധാരണ മലേഷ്യൻ റെഡ് വെറൈറ്റി. അതന്നെ ഇത്ര വലിപ്പമുണ്ട്. ഇപ്പോൾ ഞാൻ കിങ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി വെച്ചിട്ടുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ കാണിച്ചില്ലേ. അപ്പോൾ അതിൻ്റെ സൈസ് അപ്പോൾ എന്തായിരിക്കും? ഇത് പറഞ്ഞാൽ 30 വരുന്നുള്ളൂ. കണ്ട് ഇതിൻ്റെ അല്ലികൾ കണ്ടില്ലേ, ഇതിൻ്റെ അല്ലികൾ ശരിക്കും ഇങ്ങനെ എന്താ പറയുക, ഒരു ചെറിയ അല്ലികളാണ്. പക്ഷേ ഈ 30 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അല്ലികളൊക്കെ നന്നായിട്ട് ഇങ്ങനെ വിടരും. കണ്ടോ, ഇങ്ങനെയാവും. അതായത് ഒരു പ്ലെയിൻ സർഫസ് മാതിരിയാവും, കണ്ടില്ലേ? അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫ്ലഷ് കൂടുതൽ വരുള്ളൂ. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇതൊരു ഏകദേശം ഒരു 20 ദിവസം കഴിഞ്ഞൊരു ഫ്രൂട്ടാണ്. ഇനി ഒരു 10 ദിവസം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമാതിരി നമുക്ക് പറിക്കാം. നല്ല ഫ്രൂട്ടാട്ടോ അത്യാവശ്യം. നമുക്കത് കട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ എന്തായാലും നമ്മൾ ഇടാം. എന്തായാലും ഇവിടെ വെച്ച് കട്ട് ചെയ്യില്ല, നമുക്ക് കുട്ടൂസിനൊരു സർപ്രൈസ് കൊടുക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടൂസിന് അറിഞ്ഞിട്ടില്ല ഇത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ പഴുത്തുകയാണ്. നമുക്ക് എന്തായാലും കുട്ടൂസ് ഇങ്ങോട്ട് തിരിയും. എന്താ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ഒരു സർപ്രൈസ് ഉണ്ട്. വണ്ടിയുടെ ഉള്ളിലൊരു ബോംബുണ്ട്. എന്താ ചാവിയൊക്കെ എടുത്ത് തുറക്കുന്നുണ്ട്. ഇതാ ഞാൻ ചോദിച്ചില്ല അപ്പഴേ, ഇതാണോ ബോംബ്? കൊള്ളാം, അപൂർവമായി കിട്ടിയത് എനിക്ക്. എങ്ങനെ ഇത് കണ്ടിരുന്നില്ല, ഞാൻ പറമ്പിൽ പോയിന്നപ്പോ കിട്ടിയതാ. കിട്ടിയെന്ന് പറയുമ്പോ ഇത്രയും വലുത് അവിടെ ഇങ്ങനെ നിക്കണ്. അതിന്റെ അടുത്ത് പോയിന്നപ്പോ ഇത്രയും വലുപ്പം കണ്ടിട്ടില്ല. ചെറുതായിട്ടൊരു ഇതതിന്റെ അല്ലേ, അതിങ്ങനെ ഇരുന്നിട്ടേ വെള്ളല്ലേ ഇത്ര വലിപ്പുണ്ട്. അതെ, കഴിഞ്ഞ വർഷം തിന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഈ വർഷത്തെ ഫ്രൂട്ട്സിനെ ആദ്യമായിട്ട് കഴിക്കാൻ പോണു. അപ്പം അത് കട്ട് ചെയ്ത് നോക്കും എന്തായാലും. അതിൻ്റെ കളർ ഒന്ന് കാണാം. കൈ നോക്കിയോ? തൊലിയൊക്കെ ഇതേ ഉരിഞ്ഞു. നല്ല ചോപ്പ്, നല്ല പിങ്ക് കളറ് അല്ലേ, മെറൂണല്ലേ ഇത്? നല്ല ഒരു പിങ്ക് കളർ നോക്കിയേ, നല്ല പിങ്ക് കളർ ഫ്രൂട്ട്. അത് എടുക്കടി മുഴുവനും അന്ന് വേണ്ട, ഇങ്ങനെ വെച്ചാൽ മതി. കഴിച്ചു നോക്കൂ, അന്ന് കാണിക്കൂ. ഓക്കേ, ആ കഴിച്ചോളൂ. ആ കത്തി കണ്ണി ഉള്ളുണ്ടാ?
എന്നോട് സൂപ്പർ ഏ നല്ല മഴയുണ്ട്. ഹെവി ആ കട്ട് ചെയ്ത സ്ഥലം നോട്ടെ കളറ് അടിപൊളി താമര മഴ പെയ്തിട്ടും മഴ പെയ്തിട്ട് ഇത്ര മതി ഉണ്ടായിരിക്കും മധുരത്തിനൊരു കുറവില്ല. അടിപൊളി സെറ്റ് സാധനം. നല്ല അതിൻ്റെ കളർ നോക്കിയേ, അതിൻ്റെ ഉള്ളിലത്തെ കളർ കാണിച്ചു കൊടുത്തേ. ബെസ്റ്റ് കളറ്.